ഹായ് ഓൾ, ഗ്രാൻഡ് വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2026 ജെ അഡ്വാൻസ്ഡ് ചോദിച്ച ഇന്റഗ്രൽ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് y ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 ടു ഇൻഫിനിറ്റി, minus infinity to infinity to 0 to infinity be the solution of the differential equation dy by dx is equal to e raised to 5x into y cube plus y cube divided by e raised to x plus e raised to x into y raised to 4 അല്ലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. സാറ്റിസ്ഫൈങ് y of 0 is equal to 1 by root 2 then y of log 2 is equal to ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതില് y ഓഫ് ലോഗ് 2 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സാധാരണ ഗതിയിൽ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യലാണ്. ഓക്കെ അല്ലെ, ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓടിയല്ലേ? സോ e raised to 5x into y cube plus y cube divided by e raised to x plus e raised to x into എന്താണ് y raised to 4. റെഡിയല്ലേ? ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. റെഡിയല്ലേ? യെസ്. ഓക്കെ, സോ മക്കളെ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഏത് ടൈപ്പ് ആണ്. ഇത് വാരിയബിൾ സെപ്പറബിൾ ആണ് അല്ലെ. വാരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ dy by dx is equal to ഓക്കെ, ഞാൻ ഇവിടുന്ന് y ക്യൂബിനെ അല്ലെങ്കിൽ കണ്ടാൽ തന്നെ y ക്യൂബ് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ട്. y ക്യൂബിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഞാൻ y ക്യൂബ് ഇൻറ്റു e raised to 5x plus 1 divided by താഴെ എന്താണ് e raised to x into എന്താണ് 1 plus y raised to 4 എന്ന് വരും. റെഡി അല്ലേ? യെസ്. ഓക്കെ, സോ നമുക്ക് ഇനി അതിനെ വാരിയബിൾ സെപ്പറബിൾ ആക്കണം. അതായത് എക്സിന്റെ ടേം ഒക്കെ ഞാൻ ഡി എക്സിന്റെ കൂടെയും അതേപോലെ വൈയുടെ ടേം ഒക്കെ ഞാൻ എന്ത് ചെയ്യണം? ഡി വൈയുടെ കൂടെയും ഞാൻ എന്ത് ചെയ്യണം മക്കളെ? വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഇവിടെ e raised to x അതുപോലെ e raised to 5x plus 1 രണ്ട് പേരും എന്താണ് അവിടെ തന്നെ നിൽക്കും. റെഡി? അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ വരിക e raised to 5x ഓക്കെ അല്ലെ പ്ലസ് 1 റെഡി, താഴെ എന്ത് വരും? e raised to x എന്ന് വരും. റെഡി അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിലാണോടാ? യെസ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഈ പറഞ്ഞ y ക്യൂബ് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേ ക്രോസ് ആയിട്ട് വരും. ഇവിടെ dx ഉള്ള കാര്യം നമ്മൾ മറക്കണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ യെസ് 1 പ്ലസ് y raised to 4 ഡിവൈഡഡ് ബൈ എന്താടാ? യെസ് y ക്യൂബ് അല്ലെ, ഇവിടെ എന്തുണ്ട്? dy ഉണ്ട്. റെഡി? നമ്മൾ എന്ത് ചെയ്യാ? രണ്ട് സൈഡിലും ഇവിടെ എന്ത് ചെയ്യാടാ? ഇന്റഗ്രേഷൻ കൊടുക്കുക. റെഡി? എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഇവനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്റഗ്രൽ 1 by y ക്യൂബ് പ്ലസ് എന്താണ് y dy എന്ന് വരും. ശരിയല്ലേ? ഇവിടെ ആണെങ്കിലോടാ യെസ് e raised to 4x plus e raised to minus x dx എന്ന് വരും. റെഡി? നമ്മൾ ഇവനെ എന്താക്കണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എടാ എന്താണ് ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ y ക്യൂബ്? എടാ ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ y ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? ഇന്റഗ്രൽ y raised to minus 3 ആണ് അല്ലെ? യെസ്. ഓക്കെ, അതായത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താടാ? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് y raised to minus 2 ഡിവൈഡഡ് ബൈ എന്താണ്? -2 അഥവാ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -1 ഡിവൈഡ് ബൈ 2y സ്ക്വയർ എന്നാണ് വരിക. അത് മനസ്സിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. അത് മനസ്സിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരരുത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ നമുക്കിവിടെ -1 ഡിവൈഡ് ബൈ 2y സ്ക്വയർ എന്ന് വരും. -1 ഡിവൈഡ് ബൈ എന്താണ്? 2y സ്ക്വയർ അല്ലെ? ഇതാണെങ്കിലോ മക്കളെ, ഇതാണെങ്കിൽ y സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇന്റഗ്രൽ 4x എന്ന് പറഞ്ഞാൽ e raised to 4x ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഇന്റഗ്രൽ e raised to minus x എന്ന് പറഞ്ഞാൽ e raised to minus x ഡിവൈഡ് ബൈ -1 പ്ലസ് c എന്ന് വരും. ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് യെസ് -1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ -1/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ അല്ലെ എനിക്ക് ഇവിടെ കിട്ടുന്നത് യെസ് 1/y സ്ക്വയർ അല്ലെ. അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ 1/2 തന്നെ പുറത്തെടുക്കാം. അപ്പൊ 1/2 പുറത്തെടുത്താൽ ഇവിടെ എനിക്ക് ബാക്കിയാവുക y സ്ക്വയർ -1/y സ്ക്വയർ ബാക്കിയാവും അല്ലെ. ഇതാണെങ്കിൽ e raised to 4x ഡിവൈഡ് ബൈ 4 ഓക്കെ മൈനസ് എന്താണ് 1 ഡിവൈഡ് ബൈ എന്താണ് e raised to x പ്ലസ് c എന്ന് വരും. ഓടിയല്ലേ? ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ എന്താണ് നമുക്ക് അടുത്തത് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ സിയുടെ വാല്യൂ ആണ് വേണ്ടത് അല്ലെ, ആർബിട്രറി കോൺസ്റ്റന്റിന്റെ. ആ ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് y of 0 is equal to എന്താ 1/√2. ഓക്കെ അല്ലെ?
y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1/√2. എടാ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1/√2 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ് 1/√2 എന്നാണ് അതിന്റെ മീനിങ്. റെഡി അല്ലേ? അപ്പൊ ഞാനിവിടെ എക്സിന് 0 കൊടുക്കുന്നു, അപ്പൊ y 1/√2 ആയിരിക്കും. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/2 ഇൻറ്റു അല്ലെ, ഇവിടെ y സ്ക്വയറിന് വരെ yക്ക് 1/√2 കൊടുത്താൽ ഇവിടെ 1/2 എന്ന് വരും. റെഡി അല്ലേ? ഇവിടെ ആണെങ്കിലോ -2 എന്ന് വരും. ശരിയല്ലേടാ? ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ ആണെങ്കിൽ എക്സിന് 0 കൊടുത്താൽ ഇവിടെ 1/4 എന്ന് വരും അല്ലെ, മൈനസ് ഇവിടെ എന്ത് വരും ഇവിടെ, യെസ് -1 എന്ന് വരും. ഓക്കെ, പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ 1/2 ഇൻറ്റു അല്ലെ ഹാഫ് -2 അല്ലെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് -3/2 ആണ് അല്ലെ, ഇസ് ഈക്വൽ ടു 1/4 -1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് -3/4 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇതും എന്താണ് -3/4. ഓക്കെ അല്ലെ, ഇപ്പോഴും എന്താണ് മക്കളെ -3/4 അല്ലെ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പൊ സി ഇസ് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, യെസ് നമുക്ക് എന്ത് കിട്ടിയടാ, നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി അല്ലെ. ഇതെന്തായിരുന്നു, ഇത് ജനറൽ സൊല്യൂഷൻ ആയിരുന്നു. ഓക്കെ അല്ലെ, ഇവൻ ജനറൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, പർട്ടിക്കുലർ സൊല്യൂഷൻ ആയി. ഓക്കെ, സോ വൺസ് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y ഓഫ് log 2 കിട്ടാൻ എന്താണ്, വളരെ എളുപ്പമാണ് അല്ലെ. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. റെഡി അല്ലേ? ഇതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ അല്ലെ? ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുത്തതിന് ശേഷം കിട്ടുന്ന സൊല്യൂഷൻ ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് y ഓഫ് log 2 കണ്ടുപിടിക്കല അല്ലെ. y ഓഫ് log 2 എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്, അഥവാ എക്സിന് log 2 കൊടുത്തു കഴിഞ്ഞാൽ y എന്ത്, അതാണ് വേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഞാൻ എക്സിന് എന്ത് ചെയ്യാണ്, log 2 കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ഇവിടെ 1/2 ഇവിടെ തന്നെയുണ്ട്. ഇവിടെ y സ്ക്വയർ -1 ഡിവൈഡ് ബൈ എന്താണ് y സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ റേസ് അല്ലെ 4 എക്സിന് പകരം ഞാൻ log 2 എന്ന് കൊടുക്കുന്നു, ഡിവൈഡ് ബൈ 4 മൈനസ് ഇവിടെ ആണെങ്കിൽ ഈ റേസ് ടു എന്താണ് log 4 എന്ന് വരും അല്ലെ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 4 നമുക്ക് എന്താക്കാം, ഇവിടെ ലോഗിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഈ റൈസ് log 2/4 ആയിട്ട് മാറും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവുക, ഈ റൈസ് log 2/4 എന്ന് പറഞ്ഞാൽ 16/4 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. റെഡി അല്ലേ? മൈനസ് ഇവിടെ ആണെങ്കിൽ ഈ റൈസ് log 2 അല്ലടാ ഞാൻ പറഞ്ഞത്, ഇവിടെ എങ്ങനെ 4 ആയത്, യെസ് ഓക്കെ, ഇവിടെ ഈ റൈസ് log 2 ആണല്ലേ, വൈക്ക് log 2 അല്ലേ കൊടുക്കേണ്ടത്, യെസ് ഓക്കെ log 2. റെഡി? അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് മാറി, ഈ റൈസ് ടു log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ആയിട്ട് മാറി. 4 - 1/2 ഓക്കെ അല്ലെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 4 into 8 7/2 എന്ന് വരും. ശരിയുള്ള മക്കളെ, 7/2. അപ്പൊ എനിവേ 1/2 into y square minus 1 divided by y square എന്ന് പറഞ്ഞാൽ ഇവിടെ 7/2 എന്നായിട്ട് മാറും. മനസ്സിലായില്ലേ? റെഡി അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇവിടെ y square minus 1 by y square is equal to എന്താണ് മക്കളെ 7 എന്നായിട്ട് അത് മാറും. റെഡി അല്ലേ? ഇനി നമുക്ക് y യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ y യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പുട്ട് y square is equal to എന്താണ് t. ഓക്കെ, y square is equal to t കൊടുക്കാം. ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നമ്മൾ വൺസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ചും നമ്മൾ എപ്പോഴും എന്താക്കണം, എഴുതി വെക്കണം. റെഡി അല്ലേ? അപ്പോ നമുക്കറിയാം y സ്ക്വയർ എപ്പോഴും എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ അല്ലേ? y സ്ക്വയർ എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആണ്. റെഡി അല്ലേ? യെസ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ടിയും എന്തായിരിക്കണം, എപ്പോഴും എന്തായിരിക്കണം മക്കളെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. റെഡിയല്ലേ? അപ്പൊ എനിവേ ശ്രദ്ധിക്കുക, y സ്ക്വയർ ഈക്വൽ ടി കൊടുത്താൽ ഇവിടെ t - 1/t is equal to നമുക്ക് എന്താക്കാം, 7 എന്ന് പറയാം. റെഡിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ t സ്ക്വയർ ഓക്കെ അല്ലേ, t സ്ക്വയർ മൈനസ് നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. ഓക്കെ, c സ്ക്വയർ പ്ലസ് 7t - 1 is equal to 0 എന്ന് കിട്ടും. ശരിയല്ലേ? t സ്ക്വയർ -1 ഓക്കെ യെസ് പ്ലസ് 7t സോറി ക്ഷമിക്കണം, അതായത് നമുക്ക് ടി സ്ക്വയർ അല്ലെ, ക്ഷമിക്കണം, ടി സ്ക്വയർ -7t - 1 is equal to എന്താണ്, 0 എന്ന് കിട്ടും. ശരിയല്ലേ? യെസ് ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്താക്കണം, ഇതിനെ സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ t is equal to നോക്കണേ മക്കളെ, t is equal to അപ്പൊ t is equal to നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മെത്തേഡ് സോൾവ് ചെയ്യുകയാണെങ്കിൽ t is equal to 7 പ്ലസ് ഓർ മൈനസ് square root of b square minus 4ac, b square എന്ന് 49 ഓക്കെ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡ് ബൈ എന്താണ് 2 എന്ന് വരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? 2a എന്ന് വരും. ഓക്കെ, അഥവാ t is equal to നമുക്ക് ഇവിടെ 7 പ്ലസ് ഓർ മൈനസ് എന്താണ് √53 ഡിവൈഡ് ബൈ 2 എന്ന് വരും. റെഡി അല്ലേ? നമുക്കറിയാം t എന്ന സാധനം പോസിറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു സൊല്യൂഷൻ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഏതാണ്? യെസ്, t പ്ലസ് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 53 ഡിവൈഡ് ബൈ എന്താണ് 2 എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. മനസ്സിലായില്ലേ? റെഡി അല്ലേ?
യെസ് ഓക്കെ, അത് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? യെസ് ഓക്കെ. അപ്പൊ എനിവേ അത് നമ്മൾ എന്തായി മനസ്സിലാക്കി കഴിഞ്ഞു. റെഡി? അപ്പൊ ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അത് ആര് ആക്സെപ്റ്റ് ചെയ്യില്ല, അതായത് ടി ഈസ് ഈക്വൽ ടു, ക്ഷമിക്കണം, ടി ഈസ് ഈക്വൽ ടു ഓക്കെ യെസ്, ടി ഈസ് ഈക്വൽ ടു ആര് ആക്സെപ്റ്റ് ചെയ്യില്ല, ടി ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 7 മൈനസ് റൂട്ട് 53/2 നമ്മൾ എന്താക്കില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ല? എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ല? എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ല? ഇതെന്താണ് മക്കളെ, നെഗറ്റീവ് ആണ് അല്ലെ? കാരണം ടി എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ആണ്, അത് എപ്പോഴും പോസിറ്റീവ് ആണ് വേണ്ടത്. റെഡി അല്ലേ? അങ്ങനെ മനസ്സിലായി. അപ്പൊ എനിവേ വാട്ട് ഇസ് ദാറ്റ്, ടി അല്ലെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും പെട്ടെന്നാണ്, വൈ സ്ക്വയർ ആണ്. ഓക്കെ അല്ലെ? സോ വൈ സ്ക്വയർ അല്ലെ എന്ന് പറഞ്ഞ സാധനം നമുക്ക് 7 പ്ലസ് റൂട്ട് 53 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. സോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 7 പ്ലസ് റൂട്ട് 53 ഡിവൈഡ് ബൈ 2 എന്ന് വരും. പക്ഷേ ഇത് നമ്മൾ y ഈസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് എന്താണ് 7 പ്ലസ് റൂട്ട് 53 ഡിവൈഡ് ബൈ 2 മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, എടുക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ, എന്തുകൊണ്ടാണ് അത് മാത്രം എടുക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ദ ഫംഗ്ഷൻ y ഈസ് ഡിഫൈൻഡ് ഫ്രം എന്താണ്, യെസ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടു എന്താണ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ അല്ലെ? അഥവാ ഫംഗ്ഷന്റെ കോഡമൈൻ വരുന്നത് എന്താണ്, 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്, അഥവാ പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്, അവിടെ പോസിറ്റീവ് മാത്രമേ എന്താക്കുള്ളൂ, അവിടെ എടുക്കുന്നുള്ളൂ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ y സ്ക്വയർ ഇക്വൽ ടി കൊടുത്തപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയണ്ടേ. കാരണം y ഗ്രേറ്റർ ദാൻ 0 ആണ്, 0 ടു ഇൻഫിനിറ്റി ആണ് y കിടക്കുന്നത്. റെഡി അല്ലേ? അപ്പം ഇവിടെ എന്താണ്, യെസ് ഓക്കെ, ടി ഗ്രേറ്റർ ദാൻ 0 എന്നാണ് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് കൊടുക്കേണ്ടത്. സോ നമുക്ക് 7 പ്ലസ് റൂട്ട് 53 ഡിവൈഡ് ബൈ 2 അല്ലെ, അഥവാ ഓപ്ഷൻ ബി ആണ് അതിന്റെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയില്ലേ? യെസ് ഓക്കെ. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ആ ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും എന്താവുള്ളൂ മക്കളെ, യെസ് പോസിറ്റീവ് മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്തു കേട്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ 0 to 1 ഡിവൈഡ് ബൈ 3 റൈസ് ടു x പ്ലസ് 3 ഈസ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാനിവിടെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു NCERT ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അഥവാ ഞാൻ i is equal to ഇന്റഗ്രൽ എന്താണ് 0 to 1 ഡിവൈഡ് ബൈ 3 റൈസ് ടു x പ്ലസ് 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലെ? എന്താ കിങ്സ് പ്രോപ്പർട്ടി? അതായത് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x dx ന് ഈക്വൽ ആണ്. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഈ i എന്ന് പറഞ്ഞ സാധനം നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇന്റഗ്രൽ 0 to 2 അല്ലെ 1 ഡിവൈഡ് ബൈ 3 റൈസ് ടു അല്ലെ x ന്റെ സാധനം നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ട് a minus x അഥവാ 2 minus x ഓക്കെ പ്ലസ് 3 അല്ലെ, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, dx ഉണ്ട്. ഓക്കെ അല്ലെ? സെറ്റ് അല്ലേ? റെഡി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, വാട്ട് ഇസ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 റൈസ് 2 മൈനസ് x ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു 3 റൈസ് ടു x നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതേപോലെ ഇവിടെ എന്താണ്, ഞാനൊരു 3 റൈസ് ടു x നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? അതായത് ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. കിങ്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് a മൈനസ് x നെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ x ന്റെ സ്ഥാനത്ത് 2 മൈനസ് x നെ ഞാൻ എന്താക്കി, റീപ്ലേസ് ചെയ്തു. അപ്പൊ അവൻ ഇങ്ങനെ നമുക്ക് കിട്ടി. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 3 റൈസ് ടു x നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 റൈസ് ടു x നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 റൈസ് ടു 2 മൈനസ് x നെ ഒന്ന് സിംപ്ലിഫൈഡ് ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? റെഡി. യെസ് ഓക്കെ. സോ മക്കൾ ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ്. സോ i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2. ഓക്കെ, ഇവിടെ 3 റൈസ് ടു x ഇൻറ്റു 3 റൈസ് ടു 2 മൈനസ് x എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, 3 സ്ക്വയർ ആണ്. ഓക്കെ അല്ലെ? അത് 3 സ്ക്വയർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ അല്ലെ, ഇവിടെ 1 ഡിവൈഡ് ബൈ ഇവിടെ എന്താ, യെസ് 3 സ്ക്വയർ എന്ന് വരും. റെഡി. യെസ്. ഇനി അടുത്തത് 3 ഇൻറ്റു 3 റൈസ് ടു x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, യെസ് 3 റൈസ് ടു എന്താണ് x പ്ലസ് 1 ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലെ? ഇൻറ്റു ഇവിടെ എന്താണ്, യെസ് 3 റൈസ് ടു x dx എന്ന് വന്നു. ഓക്കെ മക്കളെ, ഒന്നും കൂടി നമുക്ക് എന്താക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് 3 നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ അങ്ങനെ പുറത്തെടുത്താൽ ഇവിടെ 1/3 എന്ന് പറഞ്ഞ സാധനം മാത്രം ബാക്കിയാവും. ശരിയല്ലേ? അപ്പൊ ഇവിടെയാണെങ്കിൽ 3 റൈസ് ടു x ഡിവൈഡ് ബൈ ഇവിടെ ആണെങ്കിൽ മക്കളെ 3 റൈസ് ടു x പ്ലസ് 3 dx എന്ന് വരും. മനസ്സിലായില്ലേ? റെഡി അല്ലേ?
യെസ്, ഓക്കെ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള സംഗതിയായിട്ട് മാറി. ഇത് ഏത് ഫോർമാറ്റ് ആണ്? ഇത് ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എന്താ ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഗ് മോഡ് എഫ് എക്സ് അല്ലേ? അഥവാ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. പക്ഷെ ചെറിയ ഒരു കുറവുണ്ട്. ആരാണ് ആ കുറവ്? ആ കുറവ് എന്ന് പറഞ്ഞാൽ log 3 ആണ് അല്ലേ? അഥവാ 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ log 3 ആണ്. അപ്പൊ താഴെ 3x plus 3 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് log 3 മുകളിൽ വേണം. അപ്പൊ log 3 മുകളിൽ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ log 3 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ log 3 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ log 3 നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം മക്കളെ? ഡിവൈഡും ചെയ്യണം. അത് ഞാൻ പുറത്ത് ചെയ്തു. ഇപ്പൊ ഇത് ഫോർമാറ്റ് ആയി ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഫോർമാറ്റ് ആയി. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇവിടെ 1 ഡിവൈഡ് ബൈ ഓക്കെ ഇവിടെ 1/3 അല്ലേ ഉണ്ടായേ? അപ്പൊ 3 ഇൻറ്റു ലോഗ് 3 ഇവിടെ ബാക്കിയായി. ഇവിടെ 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു ലോഗ് 3 ബാക്കിയുണ്ട്. ഓക്കെ, ഇത് ഏത് ഫോർമാറ്റ് ആണ്? ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഗ് 3x പ്ലസ് 3 അല്ലെ എന്ന് പറഞ്ഞ സാധനം അവിടെ ബാക്കിയായി. റെഡി അല്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ മുതൽ എത്ര വരെ? 0 മുതൽ 2 വരെ. റെഡി അല്ലേ? 0 മുതൽ 2 വരെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 log 3. റെഡി? ഇനി ഇവിടെ ലോഗ് 3² പ്ലസ് 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോഗ് 12 ആണ്. മൈനസ് ഇവിടെ ആണെങ്കിൽ 3/0 അപ്പൊ ലോഗ് 4 ആണ് വരിക. ശരിയല്ലേ? നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, അതേപോലെ തന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പൊ ലോഗ് 4 ആണ് വരിക. ഓക്കെ അല്ലെ? നമുക്കറിയാം എന്താണ്? യെസ്, ഓക്കെ. log 12 മൈനസ് ലോഗ് 4 എന്ന് പറഞ്ഞാൽ log 12 മൈനസ് ലോഗ് 4 എന്ന് പറഞ്ഞാൽ log 12/4 ആണ്. log 12/4 എന്ന് പറയുമ്പോൾ log 3 ആണ് എന്ന് വരിക. റെഡി അല്ലേ? അപ്പൊ log 3 ആണ്. അപ്പൊ ഇവിടെ log 3 ക്യാൻസൽ ആയിട്ട് പോയി. സോ ആൻസർ ഈസ് വാട്ട്? ഫൈനലി നമുക്ക് 1/3 എന്ന് കിട്ടി. അവിടെയും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ. ഇവിടെ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന കാര്യം മാത്രമേ നമ്മൾ എന്താക്കണ്ടോ മക്കളെ? മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. റെഡി അല്ലേ? ഇന്റഗ്രേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. റെഡി? ഇനി കുഞ്ഞുങ്ങളെ, ഇനി അടുത്ത നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അടുത്ത ഒരു 1 or more than 1 ടൈപ്പ് കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? ഇത് കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷേ അത്ര ടഫ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കോ? ലെറ്റ് y is equal to f of x be the real valued function defined on the interval 0 to infinity. Okay, satisfying y of 1 is equal to 0 and the differential equation x into dy by dx is equal to y minus x cube. Then which of the following statements are true എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ? എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ക്യൂബ് അല്ലെ? റെഡി അല്ലേ? അപ്പൊ അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കിട്ടുക അല്ലെ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ സോൾവ് ചെയ്താൽ നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷന്റെ ചില കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് ക്വസ്റ്റ്യൻ. ഒന്ന്, എഫ് ഹാസ് ലോക്കൽ മിനിമം അറ്റ് x equal 1/√3, എഫ് ഹാസ് ലോക്കൽ മാക്സിമം അറ്റ് x equal 1/√3, ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദി ഇന്റർവൽ 1 to 2 അല്ലെ? അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്താണ്. അപ്പൊ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. റെഡി അല്ലേ? അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കാം മക്കളെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ ടാസ്ക്. റെഡി? ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഒറ്റ സച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് തോന്നും. അത് കറക്റ്റുമാണ്. ആ തോന്നുന്നില്ല, യാതൊരു തെറ്റും ഞാൻ എന്താക്കുന്നില്ല, പറയുന്നില്ല. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷേ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്തതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാ? ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ക്യൂബ് അല്ലേ? അപ്പൊ ഞാൻ ഈ ഡി എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാണ്. അപ്പൊ എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു എന്താണ്? വൈ ഡി എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. റെഡി അല്ലേ? ഇനി റീഅറേഞ്ച് ചെയ്യാണ്. അതായത് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഓക്കെ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കംപ്ലീറ്റ്ലി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ്. മനസ്സിലായോ? ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ്. ഇവിടെയാണെങ്കിൽ മൈനസ് എക്സ് ഡി എക്സ് എന്നും വരും. വളരെ സിമ്പിൾ. മനസ്സിലായല്ലേ?
ഓക്കെ അല്ലെ? അപ്പൊ ഇത് ഡെറിവേറ്റീവ് ഓഫ് y ബൈ എക്സ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വെറുതെ ആലോചിച്ചു. എക്സ് ഡി വൈ അല്ലെ, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ മൈനസ് വൈ ഡി വൈ എന്ന് തന്നെ കിട്ടും. അപ്പൊ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ആണെങ്കിൽ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ആണെങ്കിൽ അത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണ്. ഇവിടെ എക്സ് ഡി വൈ മൈനസ് വൈ ഡി വൈ എന്ന് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് ഒരു എക്സ് സ്ക്വയർ കൂടി കിട്ടുകയാണെങ്കിൽ അത് ഡെറിവേറ്റീവ് ഓഫ് y ബൈ എക്സ് കിട്ടും. അപ്പൊ എക്സ് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി അല്ലെ? ഇനി നമുക്ക് എന്താക്കാം, ഇവനെ ചുമ്മാ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ y ഡിവൈഡ് ബൈ എക്സിന്റെ ആണ്. റെഡി അല്ലേ? ഇതാണെങ്കിലോടാ യെസ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി ആണ്. റെഡി അല്ലേ? ഇനി ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ y ഇസ് ഇക്വൽ ടു എന്താണ്, മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 പ്ലസ് എന്താണ് മക്കളെ, സി എക്സ് എന്ന് വരും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ y ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, 0 എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അല്ലെ? y ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്താണ്, 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ അഥവാ എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താണ് മക്കളെ, 0 ആണ്. ഓക്കെ അല്ലെ? എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താണ്, 0 ആണ്. അപ്പൊ ഇവിടെ 0 ഈസ് ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ മൈനസ് 1/2 പ്ലസ് എന്താണ് മക്കളെ, സി എന്ന് കിട്ടും. അപ്പൊ സി ഈസ് ഈക്വൽ ടു നമുക്ക് പ്ലസ് 1/2 എന്ന് കിട്ടി. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 അല്ലെ? അടുത്ത പേജിൽ അതാന്ന് തോന്നുന്നു. ഓക്കെ, ആ y ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, 1/2 ആണ്. അപ്പൊ അഥവാ നമുക്ക് ഇവിടെ x/2 എന്ന് കിട്ടും. അപ്പൊ ഒന്നും കൂടി ഇതിനൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ y, അല്ലെങ്കിൽ ഇതാണ് മക്കളെ എന്ത്, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ലെ ചെക്ക് ചെയ്യാൻ ഒരുമിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? അതായത് ഓപ്ഷൻ എ പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ഹാസ് ലോക്കൽ മിനിമം അറ്റ് x = 1/√3. ഓപ്ഷൻ ബി പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ഹാസ് ലോക്കൽ മാക്സിമം അറ്റ് x = 1/√3. റെഡി അല്ലേ? അപ്പൊ ഇതിൽ ഏതോ ഒന്നേ മാത്രമേ എന്താവുള്ളൂ, ശരിയാവുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റെഡി അല്ലേ? കാരണം രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങളാണ്. റെഡി? അപ്പൊ നമുക്ക് ഏതാണ് ശരിയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്താക്കണം, ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മുടെ 1 മൈനസ് എന്താണ്, 3x² ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അല്ലെ? ഇപ്പൊ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമത്തിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? അതായത് 1 മൈനസ് 3x² ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0. അത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1/√3. റെഡി അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഓക്കെ. അപ്പൊ അതില് 0 to infinity അല്ലെ ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ 0 to infinity എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം എന്താണ്, 0 to infinity to എന്താണ്, 0 to infinity ആണ്. അപ്പൊ എക്സ് വാല്യൂ വൈ വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ പ്ലസ് ഓർ മൈനസ് തരേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? അപ്പൊ എനിവേ എക്സ് ഇസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടി. അപ്പൊ ഈ എക്സ് ഇസ് ഈക്വൽ ടു 1/√3 എന്ന സാധനം അത് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ അല്ല പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ തർക്കം. ആ തർക്കമാണ് നമ്മൾ എന്താക്കേണ്ടത്, പരിഹരിക്കേണ്ടത് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കല അല്ലെ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 0 ഇവിടെ മൈനസ് എന്താണ് 6x ഡിവൈഡ് ബൈ 2 എന്ന് വരും, അഥവാ മൈനസ് 3x എന്ന് വരും. എന്നിട്ട് ഞാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1/√3 കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3 ഡിവൈഡ് ബൈ √3 എന്ന് വരും. ദാറ്റ് ഈസ് വാട്ട്, ലെസ് ദാൻ 0. അറിയല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1/√3 ലെസ് ദാൻ 0 ആയതുകൊണ്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് 1/√3 ലെസ് ദാൻ 0 ആയതുകൊണ്ട് ദിസ് ദ പോയിന്റ് 1/√3 ഈസ് പോയിന്റ് ഓഫ് ലോക്കൽ എന്താണ് മക്കളെ, മാക്സിമ. അറിയല്ലേ? ഓക്കെ അല്ലെ? ലെസ് ദാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്. റെഡി അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ലെസ് ദാൻ 0 ആയതുകൊണ്ട് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയാണ്. സോ ഓപ്ഷൻ എന്താണ്, ഇത് എന്താണ്, തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആയി കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. റെഡി അല്ലേ? ഓപ്ഷൻ ബി നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. റെഡി? ഇനി അടുത്ത നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ്. ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവൽ 1, 2. ഓക്കെ,
അതായത് 1 2 എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് ഫംഗ്ഷൻ എഫ് ഇൻക്രീസിങ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാവണമെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടക്ക് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ, ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ 1ന്റെയും 2ന്റെയും ഇടക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ അതിനുവേണ്ടി എഫ് ഡാഷ് ഓഫ് എക്സ് ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതി വെക്കാണ്. റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കണേ മക്കളെ, ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? 1ന്റെയും അതേപോലെ തന്നെ എന്താണ് 2ന്റെയും ഇടക്കാണ്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 1ന്റെയും അതേപോലെ തന്നെ എന്താണ് മക്കളെ 4ന്റെയും ഇടയിലാണ്. റെഡിയല്ലേ? യെസ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് മൈനസ് 3x സ്ക്വയർ? മൈനസ് 3x സ്ക്വയറിനെ കിട്ടാൻ വേണ്ടി ഞാൻ മൊത്തം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ -3 ലെസ് ദാൻ -3 കൊണ്ട് മൾട്ടിപ്ലൈ ഇക്വാലിറ്റി ഫ്ലിപ്പ് ആവുമല്ലോ അല്ലെ? യെസ്, ഇവിടെ -3x സ്ക്വയർ അല്ലെ, ഇങ്ങനെ വരും, -12 എന്ന് വരും. റെഡിയല്ലേ? -12 എന്ന് വരും. ഓക്കെ അല്ലെ? അതായത് ശ്രദ്ധിക്കുക, -3x സ്ക്വയർ ഇസ് ഇൻ ബിറ്റ്വീൻ -12 ആൻഡ് -3 എന്ന് വരും. നമുക്ക് വേണ്ടത് 1 - 3x സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ് അല്ലെ? ഞാൻ 3 സൈഡിലും എന്താക്കാം, ഓരോ +1 എന്താക്കുക ആഡ് ചെയ്യുക. ഇവിടെ -11, ഇവിടെ 1 - 3x സ്ക്വയർ. ഓക്കെ അല്ലെ? ഇവിടെ ആണെങ്കിൽ -2 എന്ന് വരും. കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ? 2 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. സോ -11/2 ലെസ് ദാൻ 1 - 3x സ്ക്വയർ ഡിവൈഡ് ബൈ 2 ലെസ് ദാൻ -1 എന്ന് വരും. മനസ്സിലായില്ലേ? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1, 2 എന്ന് പറഞ്ഞ ഈ ഇന്റർവെല്ലില് 1 - 3x സ്ക്വയർ ഡിവൈഡ് ബൈ 2 അഥവാ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിടക്കാണ്? -11/2ന്റെയും അതേപോലെ തന്നെ -1ന്റെയും ഇടയിൽ കിടക്കാണ്. അഥവാ എഫ് ഡാഷ് ഓഫ് എക്സ് അവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിംഗ് ആണ്. പക്ഷെ എന്തല്ല? ഇൻക്രീസിംഗ് അല്ല. യെസ്, അപ്പൊ ഓപ്ഷൻ സിയും എന്താണ്? റോങ് ആണ്. ഓക്കെ അല്ലെ? നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. എന്താണ് ഓപ്ഷൻ ഡി? ഇഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ - 5x² + 3/2x for x greater than 0, then the number of elements in the set x belongs to 0 to infinity such that f of x is equal to g of x. മനസ്സിലായില്ലേ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ജി ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ എന്താക്കിയിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. റെഡിയല്ലേ? ഓക്കെ അല്ലെ? അപ്പൊ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ചങ്ങാതിക്ക് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഓക്കെ, നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആണ്. അതാ രണ്ടിൽ കുറവോ രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ എന്താണ്? ഓപ്ഷൻ റോങ് ആണ് എന്നാണ് അർത്ഥം. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ 2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താക്കുന്നത്? പറയുന്നത്. മനസ്സിലായോ? റെഡി അല്ലേ? അപ്പൊ എനിവേ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, 4x³ - 5x² + 3/2x. ഓക്കെ അല്ലേ? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ 4x³ - 5x² + 3/2x അല്ലെ? ഇതാണ് ജി ഓഫ് എക്സ്. റെഡി അല്ലേ? യെസ്, ഇതാണ് ജി ഓഫ് എക്സ്. ഓക്കെ, റെഡി. ഇനി അടുത്ത മക്കളെ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? വാട്ട് വാസ് എഫ് ഓഫ് എക്സ്? യെസ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x - x³ ഡിവൈഡ് ബൈ 2. റെഡി അല്ലേ? യെസ്, അപ്പൊ ഇതിനെ x - x³ ഡിവൈഡ് ബൈ 2 മൊത്തം ഞാൻ എന്താക്കാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 8x³ എന്ന് വരും. ഇവിടെ ആണെങ്കിൽ -10x² എന്ന് വരും, +3x എന്ന് വരും, ഇസ് ഈക്വൽ ടു x - x³ എന്ന് വരും അല്ലെ? ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ 9x³ എന്ന് കിട്ടും അല്ലെ? പിന്നെ ഇവിടെ -10x² അല്ലേ ഉള്ളത്? യെസ്, അപ്പൊ ഇവിടെ ക്ഷമിക്കണം, ഓക്കെ, -10x² അവിടെ തന്നെ നിൽക്കും. ഓക്കെ, കറക്റ്റ്. ഇവിടെ ആണെങ്കിൽ +2x അല്ലെ, ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. റെഡി അല്ലേ? ഞാൻ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പൊ എക്സിനെ കോമൺ ആയിട്ട് പറഞ്ഞ് ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് ഓരോ പ്രൊസീജിയറാണ് പറയാൻ വേണ്ടി പോകുന്നത്. എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ 9x² - 10x + 2 is equal to 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം മക്കളെ, ഇവിടെ x is equal to 0 എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ വരും. റെഡി? x equal to 0 ഒരു സൊല്യൂഷൻ. പക്ഷെ ആ സൊല്യൂഷൻ നമ്മൾ എന്താക്കുന്നു? ഇവിടെ റിജക്ട് ചെയ്യുന്നു അല്ലെ? കാരണം ഇവിടെ x എന്താണ്? പോസിറ്റീവ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കണ്ടീഷനിൽ എന്താക്കിയിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? ഓൾറെഡി ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം 0 to infinity എന്ന്. റെഡി അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കുക, അപ്പൊ x equal to 0 എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്താക്കി? അതിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. റെഡി? ഇനി വാട്ട് അബൌട്ട് ദിസ് വൺ? അടുത്തത് 9x² - 10x + 2 is equal to 0 അല്ലെ എന്ന് പറഞ്ഞ സാധനം ഞാൻ സോൾവ് ചെയ്യാണ്. അപ്പൊ x is equal to 10 ± (b²) അഥവാ 100 -4 is equal to 4 into 9 30. ഓക്കെ, -72 ഡിവൈഡ് ബൈ എന്താണ്? 2. ഓക്കെ,
അപ്പൊ എക്സിന് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ രണ്ട് സൊല്യൂഷനും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ടും ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അഥവാ ഈ രണ്ട് സൊല്യൂഷനിൽ ഗ്രേറ്റർ ദാൻ 0 ഉള്ളത് മാത്രം ആക്സെപ്റ്റ് ചെയ്യാം. റെഡി അല്ലേ? 2 into 9 കൂടി ഉണ്ടാവും അല്ലെ? 2 അല്ലേ? അപ്പൊ 2 into 9 എന്ന് പറഞ്ഞാൽ 18 ആണ്. റെഡി അല്ലേ? ഓക്കെ, 18 ആണ്. മക്കളെ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് സൊല്യൂഷനില് 10 പ്ലസ് റൂട്ട് 28 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ 10 മൈനസ് റൂട്ട് 28 ഡിവൈഡ് ബൈ 18 അതും എന്താണ് പോസിറ്റീവ് ആണ് അല്ലെ? കാരണം റൂട്ട് 28 എന്ന് പറഞ്ഞാൽ 5 പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പൊ അത് പോസിറ്റീവ് ആണ്. അല്ലേ? അപ്പൊ ആ രണ്ട് സൊല്യൂഷനും ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ അല്ലെ? അപ്പൊ രണ്ട് സൊല്യൂഷനും ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഡി എന്താണ്? കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി പറയുന്നത് ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്നാണ് അല്ലെ? അത് കുറച്ച് വളച്ച് തിരിച്ച് ഇങ്ങനെ സെറ്റ് ഒക്കെ തന്നിട്ട് എന്താക്കിയായിരിക്കാണ് പറഞ്ഞിരിക്കുകയാണ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ അത്രമാത്രം ടഫ് എന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പ് എടുത്തിട്ട് എന്താക്കിയത് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.